ഗൈസ്, നല്ലൊരു വീഡിയോ ഇട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് 2 മിനിറ്റ് ഞാൻ കൊടല്ലാണ്ട് നടന്നു. പക്ഷെ 3ാമത്തെ മിനിറ്റ് ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഇനിയും ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ കരിഞ്ഞുണങ്ങിയിരിക്കാന്ന്. അതുകൊണ്ട് വേഗം തന്നെ ഞാൻ കൊടർത്തി ഓടി. ഇന്നത്തെ നമ്മളെ യാത്ര കുറച്ചധികം സാധനങ്ങൾ പെറുക്കിക്കൂട്ടി വാങ്ങാനാണ്. പൊതുവെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരാളെ കൂടെ കൂട്ടിലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ലാഗ് ആവുള്ളൂ, വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഇനി പിങ്ങക്കാർക്കെങ്കിലും എന്തെങ്കിലും മോട്ടിവേഷൻ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കതെല്ലാം സെറ്റ് ആക്കാം. എസ് ഭാരത് ഇറങ്ങി 2 മിനിറ്റ് മുന്നോട്ടേക്ക് കടന്നപ്പോൾ നമ്മളെ കയ്യിലുള്ള കവർ 2 ഇങ്ങനത്തെ കുറച്ച് മാജിക് പരിപാടിയും കൂടി നമ്മളേലുണ്ട്. ഒരു കടയിലും കൂടി കയറി ഇറങ്ങിയപ്പോത്തിനും അതാ മഴയും ചാറി. പിന്നെ ഞാൻ പോയതിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിലോട്ട്. ഇവിടെ എത്തിയാൽ പിന്നെ എനിക്ക് കുറെ നേരം അവിടെ ഇങ്ങനെ നിൽക്കണം, എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്നുള്ള മൊത്തത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിക്കും. എല്ലാം കൂടി വാങ്ങിക്കൂട്ടി ഇറങ്ങിയപ്പോത്തിനും മരുബാങ്ക് കൊടുക്കുന്നതിന്റെ സൗണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നിപ്പോ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ, ദുബായിൽ നിന്ന് ഇപ്പൊ നാട്ടിലുള്ള തന്റെ മോക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കുള്ള സാധനങ്ങളാണ്. പെരയിൽ വന്നിട്ടുള്ള നമ്മൾ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ പെറുക്കിക്കൂട്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഓരോ കടയിൽ കയറി ഇറങ്ങുമ്പോഴും നമ്മളെ ലിസ്റ്റിലില്ലാത്ത കുറെ സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോക്കിനെ ഏൽപ്പിച്ചപ്പോൾ ആ കുട്ടീൻ്റെ ഉപ്പ പറഞ്ഞ എന്താ വെച്ചാൽ, എന്റെ മോക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പെരയിൽ കൊണ്ട് കൊടുത്തിട്ട് ഓളൊന്ന് സർപ്രൈസ് ആക്കണമെന്ന്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ബോക്സ് കാണുമ്പോൾ ആളെന്തായാലും നല്ല സർപ്രൈസ് ആയിരിക്കും. ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ.